അവസാനത്തെ കത്ത്. ജപ്പാനിലെ ഒരു ചെറിയ പട്ടണത്തിൽ 42 വർഷം ഒരേ ജോലി ചെയ്തിരുന്ന ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് കെൻജി. എല്ലാ ദിവസവും ആയിരക്കണക്കിന് കത്തുകൾ ആളുകളുടെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു അയാളുടെ ജോലി. പക്ഷേ അയാളുടെ വീട്ടിൽ ഒരു വലിയ മരപ്പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിക്കുള്ളിൽ കത്തുകൾ മാത്രം, നൂറുകണക്കിന് കത്തുകൾ. എന്നാൽ അതിലൊരു വിചിത്രതയുണ്ടായിരുന്നു. ഒരു കത്തിനും പൂർണ്ണമായ വിലാസമുണ്ടായിരുന്നില്ല. ചില കത്തുകളിൽ പേര് മാത്രം, അമ്മയ്ക്ക്; ചിലതിൽ എൻ്റെ മകന്, എൻ്റെ സഹോദരന്, ഒരിക്കൽ എന്നെ സ്നേഹിച്ച ആൾക്ക്. പക്ഷേ വിലാസമില്ല. ഒരു ദിവസം കെൻജിയുടെ കൊച്ചുമകൾ യൂമി ആ പെട്ടി കണ്ടു. "അപ്പൂപ്പ, ഈ കത്തുകളൊക്കെ എവിടേക്കാണ് അയക്കേണ്ടത്?" കെൻജി പെട്ടെന്ന് പെട്ടി അടച്ചു. "എവിടേക്കുമല്ല. പിന്നെ എന്തിനാണ് ഇവ സൂക്ഷിക്കുന്നത്?" കെൻജി കുറച്ചു നേരം അവളെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, "ചില കത്തുകൾ വിലാസമില്ലാത്തതല്ല യൂമി. അവ എത്തേണ്ട സമയം ഇതുവരെ വന്നിട്ടില്ല." യൂമിക്ക് ആ മറുപടി മനസ്സിലായില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കെൻജി മരിച്ചു. അദ്ദേഹത്തിന്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ യൂമി വീണ്ടും ആ മരപ്പെട്ടി കണ്ടു. ഇത്തവണ പെട്ടിയുടെ മുകളിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു: "ഇവയാരും വായിക്കരുത്." യൂമി പെട്ടി അടയ്ക്കാൻ തുടങ്ങി. പക്ഷേ താഴെ എഴുതിയിരുന്ന മറ്റൊരു വരി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു: "ഒരാൾക്ക് മാത്രം വായിക്കാം." അതിന് താഴെ യൂമിയുടെ പേര്. അവൾ ആദ്യത്തെ കത്തെടുത്തു. അമ്മയ്ക്ക്. കത്ത് തുറന്നു. അതിനകത്ത് ഒരു വൃദ്ധയായ മനുഷ്യൻ എഴുതിയിരുന്നു: "അമ്മേ, നീ മരിക്കുന്നതിന് മുൻപ് നീ എന്നെ സ്നേഹിച്ചിരുന്നോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് 40 വർഷമായി ആ ഒരു വാക്കു പറയാൻ കഴിയാതെ ഞാൻ ജീവിക്കുന്നു. സ്നേഹിച്ചിരുന്നു അമ്മേ, വളരെ സ്നേഹിച്ചിരുന്നു." കത്തിനവസാനം ഒരു തീയതി ഉണ്ടായിരുന്നു: 1987. യൂമിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത കത്ത് എൻ്റെ മകന്. അതിലൊരു അച്ഛൻ എഴുതിയിരുന്നു: "നീ വീട്ടിൽ നിന്നും പോയ ദിവസം ഞാൻ വാതിലടച്ചത് ദേഷ്യം കൊണ്ടായിരുന്നു. പക്ഷെ നീ തിരികെ വരുമെന്ന് ഞാൻ കരുതി. നീ വന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ചില വാതിലുകൾ അടയ്ക്കാൻ ഒരു നിമിഷം മതി, എന്നാൽ അവ വീണ്ടും തുറക്കാൻ ചിലപ്പോൾ ഒരു ജീവിതം മുഴുവൻ വേണ്ടിവരും." യൂമി ആ കത്ത് പതുക്കെ താഴെ വെച്ചു. അവളുടെ മനസ്സിലൊരു ചോദ്യമുയർന്നു: ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ കത്തുകൾ അയക്കാതിരുന്നത്? മൂന്നാമത്തെ കത്ത് എൻ്റെ സുഹൃത്തിന്. നാലാമത്തെ കത്ത് എൻ്റെ ഭാര്യയ്ക്ക്. അഞ്ചാമത്തെ കത്ത് എന്നോട് തന്നെ. ഓരോ കത്തിനും ഒരേ സ്വഭാവമായിരുന്നു: പറയാൻ വൈകിപ്പോയ വാക്കുകൾ, ക്ഷമ, നന്ദി, സ്നേഹം, വേദന, പശ്ചാത്താപം. അപ്പോൾ യൂമിയുടെ മനസ്സിൽ മറ്റൊരു സംശയം തോന്നി: ഇവരൊക്കെ ആരാണ്? അവൾ കെൻജി സൂക്ഷിച്ചിരുന്ന പഴയ പോസ്റ്റ്മാൻ രജിസ്റ്ററുകൾ പരിശോധിച്ചു. ഓരോ കത്തിൻ്റെയും തീയതി നോക്കി അവൾ ഞെട്ടിപ്പോയി. ആ കത്തുകളിലെ പല പേരുകളും കെൻജി തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആളുകളുടേതായിരുന്നു. പക്ഷേ ഒരു കാര്യം അവൾക്ക് മനസ്സിലായില്ല: കെൻജി ആ കത്തുകൾ ഒരിക്കലും അയച്ചിരുന്നില്ല. എന്നാൽ അവ എഴുതിയത് കെൻജി തന്നെയുമല്ല. അപ്പോൾ ഈ കത്തുകൾ ആരുടേതാണ്? യൂമി കെൻജിയുടെ പഴയ ഓഫീസിലേക്ക് പോയി. അവിടെ ഒരു പഴയ അലമാര ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചെറിയ ഡയറി. ആദ്യ പേജിൽ എഴുതിയിരുന്നത്: "ആളുകൾ എനിക്ക് കത്തുകൾ അയക്കാറില്ല, പക്ഷേ അവർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്." യൂമി തുടർന്നു വായിച്ചു. അപ്പോഴാണ് അവൾക്ക് സത്യം മനസ്സിലായത്: കെൻജി ഒരു പോസ്റ്റ്മാൻ മാത്രമായിരുന്നില്ല. വർഷങ്ങളോളം ആളുകൾക്ക് അയക്കാൻ കഴിയാതെ പോയ കത്തുകൾ അവർ കെൻജിയെ ഏൽപ്പിച്ചിരുന്നു. "ഇതെൻ്റെ മകന് കൊടുക്കണം, ഇതെൻ്റെ സഹോദരിക്ക് കൊടുക്കണം, ഇതെൻ്റെ ഭാര്യയുടെ വീട്ടിലെത്തിക്കണം." പക്ഷേ ചില കത്തുകൾക്ക് വിലാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചിലർ മരിച്ചിരുന്നു, ചിലർ വിദേശത്തേക്ക് പോയിരുന്നു, ചിലർ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു, ചിലരെ പിന്നീട് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും കെൻജി ആ കത്തുകൾ കളഞ്ഞില്ല. അദ്ദേഹം അവയെ സൂക്ഷിച്ചു. പക്ഷേ യൂമിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു: എന്തിനാണ് അപ്പൂപ്പൻ എൻ്റെ പേരെഴുതിയ ഒരു അവസാന കുറിപ്പ് വെച്ചത്? അവൾ വീണ്ടും പെട്ടിയുടെ അടിയിലേക്ക് നോക്കി. അവിടെ ഒരു അവസാന കത്ത്. അതിൻ്റെ പുറത്ത് എഴുതിയിരുന്നത് യൂമിക്ക്. അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൾ കത്ത് തുറന്നു. അതിനകത്ത് ഒരു വരി മാത്രം: "എനിക്കെത്തിക്കാൻ കഴിയാതെ പോയ അവസാന കത്ത് നിനക്കുള്ളതാണ്." യൂമിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷം കത്തിൽ എഴുതിയിരുന്നു: "യൂമി, നീ ചെറുപ്പത്തിൽ എന്നോട് ചോദിച്ചിരുന്നു, അപ്പൂപ്പ, വിലാസമില്ലാത്ത കത്തുകൾ എന്തു ചെയ്യും? അന്ന് ഞാൻ നിന്നോട് സത്യം പറഞ്ഞില്ല. കാരണം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ നീ സ്വയം മനസ്സിലാക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു." യൂമി കുറച്ചു നേരം വായന നിർത്തി. പിന്നെ വീണ്ടും കത്തിലേക്ക് നോക്കി. മനുഷ്യർ പലപ്പോഴും കത്തുകൾ എഴുതുന്നത് മറ്റൊരാൾ വായിക്കാനല്ല, സ്വന്തം ഹൃദയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വാക്കുകൾക്ക് ഒരു വഴി കണ്ടെത്താനാണ്. അവസാന വരി: "നീ പറയേണ്ട വാക്കുകൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്." അന്ന് വൈകുന്നേരം യൂമി ഒരു തീരുമാനമെടുത്തു. അവൾ പെട്ടിയിലെ കത്തുകൾ ഓരോന്നായി പരിശോധിച്ചു. കണ്ടെത്താൻ കഴിയുന്ന ആളുകളെ അന്വേഷിച്ചു. ഒരു വൃദ്ധന്റെ കത്ത് അദ്ദേഹത്തിന്റെ മകനിലേക്ക് എത്തിച്ചു. ഒരു പഴയ സുഹൃത്തിന്റെ കത്ത് മറ്റൊരു നഗരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് എത്തിച്ചു. ഒരു മകന്റെ ക്ഷമാപണം അവന്റെ അച്ഛന്റെ കല്ലറയ്ക്കരികിൽ കൊണ്ടുപോയി വെച്ചു.
ചില കത്തുകൾക്ക് വിലാസം ഒരിക്കലും കണ്ടെത്താനായില്ല. അവൾ അവയും സൂക്ഷിച്ചു, കെഞ്ചി ചെയ്തതുപോലെ. വർഷങ്ങൾ കടന്നുപോയി. യോമിയും ഒരു പോസ്റ്റുമാനായി. ഒരു ദിവസം അവളുടെ മകൾ ചോദിച്ചു, അമ്മേ, നീ എന്തിനാണ് ഈ പഴയ കത്തുകളൊക്കെ ഇത്രയും സൂക്ഷിക്കുന്നത്? യോമി ചിരിച്ചു. അവൾ ഒരു ചെറിയ മരപ്പെട്ടി മകൾക്ക് നൽകി. പിന്നെ പറഞ്ഞു, ചില കത്തുകൾ എത്തേണ്ടത് ഒരു വീട്ടിലേക്കല്ല മോളെ, ഒരു ഹൃദയത്തിലേക്കാണ്. മകൾ പെട്ടി തുറന്നു. അതിനകത്ത് ഒരു പുതിയ കത്ത്. അതിൻ്റെ പുറത്ത് എഴുതിയിരുന്നത്, അമ്മേ, നീ എപ്പോഴും എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. പക്ഷെ ഈ വാക്കു പറയാൻ ഇനി ഞാൻ വൈകില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യോമി മകളെ നോക്കി. ഒന്നും പറഞ്ഞില്ല. അവളെ ചേർത്ത് പിടിച്ചു. അവസാന വാക്കുകൾ. നമ്മുടെ ജീവിതത്തിലും ചില കത്തുകളുണ്ട്. അവ പേപ്പറിൽ എഴുതിയതായിരിക്കണമെന്നില്ല. പറയാതെ പോയ ഒരു നന്ദി, പറയാതെ പോയ ക്ഷമിക്കണം, പറയാതെ പോയ ഒരു നിന്നെ സ്നേഹിക്കുന്നു, പറയാതെ പോയ ഒരു സ്വപ്നം. നമ്മൾ പലപ്പോഴും കരുതും പിന്നെ പറയാം. പക്ഷേ ജീവിതം എപ്പോഴും ആ പിന്നെ നമുക്ക് തരണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് പറയാനുള്ള നല്ല വാക്ക് ഇന്ന് തന്നെ പറയുക. ക്ഷമ ചോദിക്കേണ്ടവരോട് ഇന്ന് തന്നെ ചോദിക്കുക. നന്ദി പറയേണ്ടവരോട് ഇന്ന് തന്നെ പറയുക. സ്നേഹിക്കുന്നവരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കത്ത് എഴുതിയതല്ല, എഴുതാൻ ധൈര്യം കാണിക്കാതെ പോയ കത്താണ്, പറയാൻ വൈകിപ്പോയ വാക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലും പറയാതെ പോയ ഒരു വാക്കോ എഴുതാതെ പോയ ഒരു കത്തോ ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റിൽ എഴുതണേ.